എടാ വിഷ്ണു കൊച്ചിക്കാരാ, നീ എന്താ രാവിലെ നിൻ്റെ വീഡിയോ പറഞ്ഞത്? ഞാൻ മാത്രമേ ഉള്ളൂ പെരേരനെ സഹായിക്കാം, ബാക്കി എല്ലാവരും തിന്നാൻ വരുമെന്നല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുന്ന മീഡിയക്കാർ ഇവൻ വിളിച്ചേക്കണ എല്ലാവരും തിന്നാൻ തന്നെയായിട്ടല്ലേ നീ പറഞ്ഞത് അല്ലേ? എടാ മോശമാണ് നീ നാളത്തെ അതിനകത്ത് പറഞ്ഞത്, മനസ്സിലായില്ലേ? പിന്നെ നീ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആറാട്ടനെ വിളിക്കുന്നില്ല, നീയും ആ ചെറുക്കനെ കൂട്ടിയിട്ട് വീഡിയോ ഇട്ടേക്കുണ്ടായിരുന്നു. എടാ ആറാട്ടൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് ഒരുപാട് ഞണ്ണിയിട്ടില്ലേ ഇല്ലേ? ആറാട്ടൻ്റെ ബർത്ത്ഡേക്ക് പോയി ഞണ്ണിയിട്ടില്ലേ? ആ പുള്ളിനെ വിളിക്കണമെന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് വീഡിയോ ഇടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ആ ചെറുക്കനെ കൂട്ടിപ്പിടിച്ച്. പിന്നെ നീ പറഞ്ഞു കേട്ടു എന്നെ, എന്താ പറയുക, എന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും തിന്നാൻ വരുമെന്നല്ലേ? അപ്പം ഞങ്ങളെയൊക്കെ ഉദ്ദേശിച്ച പറഞ്ഞെങ്കിലുണ്ടല്ലോ പരമ നാറുത്തരം നീ പറഞ്ഞു കേട്ടോ, മനസ്സിലായോ? നീ അവൻ്റെ കൂടെ നടന്നിട്ട് നാറുത്തരം കാണിക്കുന്നത് എനിക്കറിയാം. നീ ഓട്ടോറിക്ഷ ഓടിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കൂടിയിട്ട് 2000-3000 ഡെയിലി വാങ്ങുന്നത് അവൻ പറയുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡ് സഹിതം വേണമെങ്കിൽ ഞാൻ വീഡിയോയിലിടാം, മനസ്സിലായോ? അവൻ പറയണത് ഇന്ന് 2000 വാങ്ങിക്കൊണ്ട് പോയി, ഇന്നലെ 3000 വാങ്ങിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ്. നീ ഒരുപാട് ഊറ്റുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ നീ എനിക്ക് മഴവിൽ മനോരമയിലൊരു ചാൻസ് വന്നിട്ട് നീ അത് തട്ടിക്കളഞ്ഞു. അഭിലാഷിനെ വേണ്ട എന്ന് പറഞ്ഞ് നീ വേറെ ആരെയും ആഡ് ചെയ്തു. അപ്പോൾ നീ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം. നീ കുറച്ച് നാൾ മുമ്പ് ഇവനെക്കുറിച്ച് നിൻ്റെ പേജിൽ വീഡിയോ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഇവൻ സെക്സ് റാക്കറ്റാണ്, ഇവൻ കൂട്ടിക്കൊടുപ്പാണ് പണി, പിന്നെ അതുപോലെ തന്നെ എന്നാ പറയുക, ഇവൻ കോമാളിയാണ്, ഞാൻ കോമാളിയുടെ കൂടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ 24 മണിക്കൂർ ആ ചെറുക്കൻ്റെ കൂടെയാണല്ലോ നടക്കുന്നത് അല്ലേ? ഇപ്പം നിനക്ക് കോമാളിത്തരമൊന്നും കുഴപ്പമില്ലേ അല്ലേ? നീ ഒരാളെ കുറ്റം പറഞ്ഞ് നീ അവനെ തെറി പറഞ്ഞ് അവൻ്റെ അമ്മേനെയും ഒക്കെ തെറി പറഞ്ഞ് ഏറ്റവും അവസാനം വോയിസ് ഇട്ടിട്ട് അവൻ പറഞ്ഞ വോയിസ് എടുത്തിട്ട് നീ വേറെ മീഡിയ കയറിയിരുന്ന് പറഞ്ഞു, ഞെളിഞ്ഞിരുന്ന് പറഞ്ഞു. അപ്പോൾ നീ ചെയ്യണ പോക്കൃത്തരൊക്കെ ഞങ്ങളറിയുന്നുണ്ട്. പൈസ വാങ്ങലും, എന്നിട്ട് നീ പറയുന്നുണ്ട് ഞാൻ പൈസ ഒന്നും വാങ്ങില്ല, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കണത്. എവിടെ ഓട്ടോറിക്ഷ ഓടിച്ച്? പെരേരയുടെ കൂടെ പോകണയാണ് നീ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണത്. ഇതൊന്നും അല്ല എനിക്ക് കലിപ്പ് കയറിയത്, മനസ്സിലായില്ലേ? നീ അവനെ പറ്റിച്ച് മുമ്പോ എന്തെങ്കിലും ചെയ്തോ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ നീ പറഞ്ഞൊരു കാര്യമുണ്ട്, രാവിലെ നീ മാത്രമേ ഉള്ളൂ അവിടെ സഹായിക്കാൻ, ഞങ്ങളെല്ലാം തിന്നാൻ വേണ്ടി വരുന്നതെന്ന്, മനസ്സിലായില്ലേ? അതെനിക്ക് കൊണ്ടു, മനസ്സിലായി. പിന്നെ മഴവിൽ മനോരമ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊരു സീരിയലിൽ ചാൻസ് വന്നിട്ട് നീ തട്ടിക്കളഞ്ഞു. അതൊക്കെ ഭയങ്കര നാറി തരാണ്, മനസ്സിലായില്ലേ? നീ പൈസ വാങ്ങുന്നതെല്ലാം പെരേര പറയുന്ന റെക്കോർഡ്സ് ആയത് എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാനതെടുത്ത് വീശാണ്ട് ഇരിക്കണമെങ്കിൽ ദൈവത്തെ ഒരു വാക്കുകൾ പറയാൻ വരുന്നത്. ഞങ്ങൾ തിന്നാൻ വേണ്ടിയല്ല വരുന്നത്, മനസ്സിലായില്ലേ? അവിടെ വരുന്ന മീഡിയക്കാരും മറ്റേ സോഷ്യൽ മീഡിയയിലുള്ളവരും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നീ മാത്രമാണ് അവിടെ സഹായിക്കാനുള്ളൂ എന്നുള്ള രീതിയിലുള്ള പറച്ചിൽ വേണ്ട കേട്ടോ. ഓക്കെ.